ഞാൻ ഡോക്ടർ കവിത, സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ ഒബ്സ്ട്രിക് ആൻഡ് ഗൈനക്കോളജി, നൈൽ ഹോസ്പിറ്റൽ കൈപ്പറമ്പ്. ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഗർഭാശയമുഖ ക്യാൻസറിനെ കുറിച്ചാണ്. ഗർഭാശയമുഖ ക്യാൻസർ ഏറ്റവും കൂടുതൽ സെക്കൻഡ് മോസ്റ്റ് കോമൺ ക്യാൻസർ ഇൻ ഇന്ത്യ ആണ്. ഗർഭാശയമുഖ ക്യാൻസർ 1,25,000 പേരോളം ആളുകൾക്ക് എല്ലാ കൊല്ലവും ഇന്ത്യയിൽ കണ്ടുപിടിക്കപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ കണക്കുകൾ വെച്ച് തന്നെ 75,000 ആളുകൾ ഗർഭാശയമുഖ ക്യാൻസർ മൂലം മരണപ്പെടുന്നുമുണ്ട്. അതാണ് ഈ ഗർഭാശയമുഖ ക്യാൻസർ സ്ക്രീനിങ് എന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് സൂചിപ്പിക്കുന്നത്. ഈ ഗർഭാശയമുഖ ക്യാൻസർ ആർക്കൊക്കെയാണ് കൂടുതലായിട്ടുണ്ടാവാൻ സാധ്യത എന്ന് വെച്ചാൽ, ഏറ്റവും ടീനേജ് പ്രായത്തിൽ തന്നെ ലൈംഗിക ബന്ധം തുടങ്ങുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഒന്നിലധികം സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ള ആളുകൾക്ക്, ഇനി അതല്ല ഒരു സ്ത്രീയുടെ ഹസ്ബൻഡിന് കൂടുതൽ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകൾക്ക്, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് അതായത് സ്വന്തം രോഗപ്രതിരോധ ശക്തി കുറവുള്ള ആളുകൾക്ക്, അതുമല്ല സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് വേറെ എന്തെങ്കിലും ലൈംഗികമായി പകരുന്ന അസുഖമുള്ള ആളുകൾക്ക്, ലൈക്ക് HIV പോലുള്ള അസുഖമുള്ള ആളുകൾക്ക്, അതും കൂടാതെ ബാരിയർ മെത്തഡ് അതായത് കോണ്ടംസ് യൂസ് ചെയ്യാതെ ബന്ധപ്പെടുന്ന ആളുകൾക്ക്, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് 5-ൽ കൂടുതൽ വർഷം അടുപ്പിച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒക്കെ ഗർഭാശയമുഖ ക്യാൻസർ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഈ ഗർഭാശയമുഖ ക്യാൻസർ ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന കാരണം HPV എന്ന വൈറസാണ്. പ്രധാനമായും HPV 16, 18, 31 and 32 ആണ് ഏറ്റവും കൂടുതലായിട്ട് ഗർഭാശയമുഖ ക്യാൻസർ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നത്. ഈ വൈറസ് 90% ക്യാൻസറിലും ഈ HPV വൈറസ് കാരണമാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ HPV വാക്സിൻ എടുക്കുന്നത് മൂലം നമുക്ക് ഈ ഗർഭാശയമുഖ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്. ഗർഭാശയമുഖ ക്യാൻസറിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പീരീഡ്സിൻ്റെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് അതായത് സാധാരണ ഉണ്ടാവുന്ന ബ്ലീഡിങ്ങിനേക്കാൾ കൂടുതൽ പോവുക, അതല്ലെങ്കിൽ അതിൻ്റെ സൈക്കിൾ ഇറഗുലർ ആവുക, ഇടവിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവുക, ബന്ധപ്പെട്ടതിന് ശേഷം ബ്ലീഡിങ് ഉണ്ടാവുക, ഗർഭാശയമുഖത്ത് നിന്ന് വരുന്ന ഡിസ്ചാർജിന് ചീത്ത മണം അല്ലെങ്കിൽ കളർ വ്യത്യാസം, ബ്ലഡ് സ്റ്റെയിൻഡ് ഡിസ്ചാർജ് ഉണ്ടാവുക, മാസമുറ നിന്നതിന് ശേഷവും ബ്ലീഡിങ് ഉണ്ടാവുക, മാസമുറ നിന്നതിന് ശേഷം ചീത്ത മണമുള്ള ദ്രാവകം വരിക, ഇതെല്ലാം ഗർഭാശയമുഖ ക്യാൻസറിൻ്റെ സിംറ്റംസായി പറയുന്നു. നമുക്ക് ഇത് കണ്ടുപിടിക്കുന്നതിനായിട്ട് HPV വൈറസിൻ്റെ ഡിറ്റക്ഷനും പാപ്സ്മിയർ എന്ന് പറഞ്ഞ ചെറിയ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഗർഭാശയമുഖ ക്യാൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. 21 വയസ്സിന് ശേഷം ലൈംഗിക ബന്ധം തുടങ്ങിയ ഏതൊരു സ്ത്രീയും 3 കൊല്ലം കൂടുമ്പോൾ പാപ്സ്മിയർ ചെയ്യുകയും 30 വയസ്സിന് ശേഷമാണെങ്കിൽ അതിനോടൊപ്പം തന്നെ HPV വൈറസ് ഉണ്ടോ എന്ന് നോക്കുകയും ചെയ്യുന്നത് മൂലം നമുക്ക് ഗർഭാശയമുഖ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനൊരു ബൈമോഡൽ റേഞ്ചാണ് കാണിക്കുന്നത്. അതായത് 30 വയസ്സിന് ശേഷമുള്ള ആളുകൾക്കും 65 വയസ്സിന് ശേഷമുള്ള ആളുകൾക്കുമാണ് ഗർഭാശയമുഖ ക്യാൻസർ കൂടുതലായി കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സമൂഹത്തിൽ ഗർഭാശയമുഖ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് എല്ലാ കുട്ടികൾക്കും 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് HPV വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. HPV വാക്സിനേഷൻ 14 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എടുക്കുമ്പോൾ 2 ഡോസ് എടുത്താൽ മതി. അതായത് 0 and 2, അതായത് ഇന്ന് എടുക്കുകയാണെങ്കിൽ പിന്നെ 2 മാസം കഴിയുമ്പോൾ 1 ഡോസും കൂടെ എടുക്കുക. ഇനി അതല്ല 14 വയസ്സിനും 26 വയസ്സിനും ഇടയിലാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 3 ഡോസ് ഇഞ്ചക്ഷനാണ് എടുക്കേണ്ടത്. 0 to 6 എന്നുള്ള ലെവലിലാണ് HPV വാക്സിനേഷൻ എടുക്കുന്നത്. ഈ ഒരു വാക്സിൻ എടുക്കുന്നത് വഴി നമുക്ക് ഒരു വലിയൊരു അസുഖത്തിനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ കുട്ടികൾക്കും HPV വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. ഇനി അഥവാ HPV വാക്സിനേഷൻ ചെറുപ്പത്തിൽ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ 45 വയസ്സ് വരെ HPV സ്ക്രീനിങ്ങിന് ശേഷം നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാവുന്നതാണ്. വേറെ ഇനി അഥവാ നമ്മൾ നോക്കി HPV പോസിറ്റീവ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ കോൾപോസ്കോപ്പി എന്നുള്ള ഒരു ടെസ്റ്റ് വഴി ഈ അസുഖം ക്യാൻസർ ആവാൻ സാധ്യതയുള്ളതാണോ, ഗർഭാശയമുഖത്തുള്ള പുണ്ണ് ക്യാൻസർ ആവാൻ സാധ്യതയുള്ളതാണോ എന്ന് അറിയുന്നതിനും അതിൻ്റെ ചികിത്സ വേഗം തന്നെ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. 2030 ലോകത്തുള്ള ക്യാൻസർ സർവീക്സ് മുഴുവൻ ഇറാഡിക്കേറ്റ് ചെയ്യണമെന്നാണ് WHO എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ കുട്ടികൾക്കും HPV വാക്സിനേഷൻ എടുക്കുന്നത് പോലെ തന്നെ എല്ലാ സ്ത്രീകൾക്കും ലൈംഗിക ബന്ധം തുടങ്ങിയതിന് ശേഷം പാപ്സ്മിയർ ടെസ്റ്റും HPV ഡിറ്റക്ഷൻ ടെസ്റ്റും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.